നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെ വിധിയെഴുതി കേരളം. 78.25% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കോഴിക്കോട് ജില്ലയിലാണ്, കുറവ് പത്തനംതിട്ടയിലും. വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും നീണ്ട ക്യൂ ആണ് പലയിടത്തും ഉണ്ടായത്. മെയ് 4-നാണ് കേരളം കാത്തിരിക്കുന്ന വോട്ടെണ്ണൽ. ടി.വി. പ്രസാദ് നൽകും വിശദാംശങ്ങൾ. ടി.വി. പ്രസാദ്, ഈ SIR-ന്റെ ശുദ്ധികലശത്തിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, ആവേശത്തോടുകൂടി കണ്ട തെരഞ്ഞെടുപ്പാണ്, അത്രയേറെ വാശിയേറിയ മത്സരം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ മണിക്കൂറിൽ ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് 78.25% കൃത്യമായിട്ടുള്ള കണക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും എങ്ങനെ കാണാം ഈ പോളിംഗ് ശതമാനമടക്കം ഇന്ന് കണ്ട ദിനത്തെ? ശ്രുതി, ഏറ്റവും ആവേശകരമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ന് കഴിഞ്ഞത്. 78.13% കണക്കാണ് വരുന്നത്. മാറി മാറി വരുന്ന കണക്കാണ്. രാത്രി വൈകി മാത്രമേ കൃത്യമായ ഒരു കണക്കിലേക്ക് എത്താൻ കഴിയൂ എന്നുണ്ടെങ്കിൽ പോലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വമ്പിച്ച പോളിംഗ് ശതമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊരു വിലയിരുത്തലാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കുള്ളത്. കൂടുതൽ 90%-ലേറെ വോട്ടുകളുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ വോട്ടിംഗ് ശതമാനമാണ് ഇത്തവണ ഉണ്ടായത് എന്നതാണ്. പക്ഷേ ഇത്തവണ LDF-ഉം UDF-ഉം NDA-യും വലിയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. LDF-നെ സംബന്ധിച്ച് തുടർഭരണത്തിന് വേണ്ടിയുള്ള പ്രചരണമാണ് നടത്തിയതെങ്കിൽ UDF തിരിച്ചുവരവിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയത്. BJP ആണെങ്കിൽ പരമാവധി സീറ്റുകൾ സംസ്ഥാനത്ത് വാങ്ങിയെടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പരമാവധി കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ മൂന്ന് മുന്നണികളും തയ്യാറായി എന്നുള്ളതാണ്. എല്ലാവരും, പാർട്ടി പ്രവർത്തകരും മുന്നണി നേതാക്കളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു ഓരോ മുന്നണികൾക്കും വേണ്ടി അവരുടെ പ്രചരണം നയിച്ചത്. ആദ്യഘട്ടത്തിൽ BJP-യും CPI-യും തമ്മിലുള്ളൊരു ഡീലുണ്ട് എന്ന കോൺഗ്രസിൻ്റെ പ്രചാരണം പിന്നീട് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും ഉയർത്തിക്കാട്ടി. അതിന് പിന്നാലെ UDF-നും കോൺഗ്രസിനുമെതിരെ ചൂരൽമല മുണ്ടക്കൈയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു പ്രധാന ആയുധമാക്കി CPIM തിരിച്ചടിക്കുകയും ചെയ്ത്. എന്തായാലും വലിയ പോരാട്ടം, വലിയ തെരഞ്ഞെടുപ്പ്, അതിനാണ് ഇന്ന് സമാപനമായിരിക്കുന്നത്. ആവേശകരമായ തെരഞ്ഞെടുപ്പ്. ഇനിയിപ്പോൾ വോട്ടെണ്ണാൻ മെയ് 4 വരെ മലയാളികൾ കാത്തിരിക്കണം. ടി.വി. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.